നമസ്കാരം. ഏതൊരു രാജ്യത്തിൻ്റെയും ഒരു സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ഏറ്റവും ചാലകശക്തിയാകുന്നവരാണ് സംരംഭകർ. സാങ്കേതിക വിദ്യയും നവീന ആശയങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് ചെയ്യുന്നതിനാണ് സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്നത്. എല്ലാവരും പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ സാധ്യതകൾ കണ്ടെത്തുന്നവരാണ് സംരംഭകർ. സോ നമ്മുടെ ഇന്നത്തെ ഈ ചർച്ച ഐഡിയ ടു യൂണിക്കോൺ ദീന, പലപ്പോഴും നമ്മൾ തുടങ്ങുന്നത് കുട്ടിക്കാലം എന്ന് വെച്ച് തന്നെ തുടങ്ങാൻ തോന്നുന്നു. കാരണം പലപ്പോഴും ഉണ്ടാകുന്നത് നമ്മുടെ നേരത്തെയുള്ള അനുഭവങ്ങളായിരിക്കും ഒരു പിന്നീടുള്ള ജീവിതത്തിലേക്കൊക്കെ കൊണ്ടുവരിക. പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന ദീന കോളേജ് അധ്യാപകരുടെ മകളായി സാധാരണഗതിയിൽ ആ സമയത്ത് 2 സ്ട്രീമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന് ഐദർ മെഡിക്കൽ ഡോക്ടർ ആവുക, എൻജിനീയർ ആവുക. ഇത് രണ്ടുമല്ലാത്ത ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തു. കുടുംബത്തിൽ പൊതുവെ സംരംഭകരൊന്നും ഇല്ലാത്തൊരു സമയത്ത് നിന്ന് എങ്ങനെയാണ് ഈ ഒരു അൺസർട്ടൈൻ വേൾഡിലേക്ക് വന്നത്? വിൽ സ്റ്റാർട്ട്. Thanks, Riyas, and good evening, calicut. It's a pleasure to be here. And to answer that question, yes, കുട്ടിക്കാലം തന്നെയാണ് ഞാൻ ഇവിടെ വരെ ഇപ്പം ഇത് ചെയ്യുന്നതിനും ഉള്ള ഏറ്റവും വലിയ പ്രചോദനവും പ്രേരണയും. അപ്പം എൻ്റെ ഒരു ജീവിതകഥ പറഞ്ഞാൽ, റിയാസ് പറഞ്ഞ പോലെ മല്ലപ്പള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്നു. അവിടെ വളരുന്ന സമയത്ത് എല്ലാ പ്രശ്നങ്ങളും, ഞാനിപ്പം ഇൻ മൈ 40s, സോ ഓഫ് കോഴ്സ് ഡ്യൂറിങ് മൈ ചൈൽഡ്ഹുഡ് കേരളത്തിൽ നമ്മൾ സാധാരണ സൊസൈറ്റൽ നോംസ്, ഒന്ന് ഫ്രം ദി ജെൻഡർ സൈഡ് ആസ് വെൽ ആസ് ഫ്രം ദ ഫാമിലി സൈഡ്, എവ്രിവെയർ ദർ വെർ നോംസ് വിച്ച് വെർ bound or rather put upon me. And there was one person in my life who supported and told, follow your heart, follow your dreams, and that was my father. I think that made a whole lot of difference. എല്ലാ കാര്യത്തിലും എന്നെ എന്തും ക്വസ്റ്റ്യൻ ചെയ്യാൻ പഠിപ്പിച്ച ഒരാൾ. എന്ത് കാര്യം ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു ചെറിയ കഥ പറഞ്ഞാൽ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ മുടി പിന്നി ഇട്ടുകൊണ്ട് സ്കൂളിൽ പോകണം എന്നൊരു റിബൺ കെട്ടി പോകണം എന്നൊരു റൂളുണ്ടായിരുന്നു. അന്ന് എനിക്ക് മുടിയില്ല, ഷോർട്ട് ഹെയർ ആണ്. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് മുടിയൊക്കെ പിന്നി. ഒരു ദിവസം സ്കൂൾ ബസ്സിൽ വെച്ച് ഒരാൾ കളിയാക്കി, ഇത്ര ഉള്ള മുടി. വീട്ടിൽ വന്നിട്ട് ഭയങ്കര സങ്കടത്തോടെ എൻ്റെ ഫാദറിനോട് പറഞ്ഞു. അപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ മുടി എൻ്റെ ഇഷ്ടം, ഞാൻ എങ്ങനെ വേണം നടക്കണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കുന്നു, അടുത്ത പ്രാവശ്യം പറഞ്ഞോളാം പറഞ്ഞു. And that, I think, that was a big boost to the way in which my entire thought process was formed. And there was one person who encouraged me to question everything, question the norms, and also to figure out what exactly you love to do in life. അത് തന്നെയായിരുന്നു എക്സാക്ട്ലി 12th വരെ ഞാൻ ISC സയൻസ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പല രീതിയിലുള്ള ഇതിലാണ് നമ്മൾ ആ ഫോം ചെയ്യുന്ന കാലം. എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ഏർലി സ്റ്റേജിലുള്ള ഫോമറ്റീവ് പീരീഡ്, അന്ന് നമുക്ക് കിട്ടുന്ന കുറേ പ്രിൻസിപ്പിൾസ്, അന്ന് നമുക്ക് കിട്ടുന്ന കുറേ ചാലഞ്ചസ്, സിറ്റുവേഷൻസ്, റെസിലിയൻസ്, ഒന്നിലും വിട്ടുകൊടുക്കരുത്, തോറ്റു കൊടുക്കരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഒരു ഫോമറ്റീവ് സ്റ്റേജസ് ആയിരുന്നു. പഠിച്ച കാര്യങ്ങളിലും കൂടുതൽ ഇപ്പോഴും റീകോൾ ചെയ്യുന്നതും ജീവിതത്തിൽ പ്രയോഗിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. 12th വരെ സയൻസ് പഠിച്ചു. 2 വഴികളാണ് മുമ്പിലുണ്ടായിരുന്നത്, എൻജിനീയറിംഗ് എടുക്കുക അല്ലെങ്കിൽ മെഡിസിൻ എടുക്കുക. 2ൻ്റെ എൻട്രൻസ് കോച്ചിങ്ങിന് പോയി. എല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം നമ്മുടെ സ്കൂളിൽ ഒരു കരിയർ കോച്ച്, കരിയർ ഗൈഡൻസ് ഒരു സെമിനാർ ഉണ്ടായി. ഡോക്ടർ ഉണ്ടായിരുന്നു, എൻജിനീയർ ഉണ്ടായിരുന്നു, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഉണ്ടായിരുന്നു. ഡോക്ടർ സെഡ് there is only cure for 23 diseases. So the rest of the times you are symptomatically treating them could be like, could be very frustrating and depressing. Already a person who didn't have so much of passion for biology, I'm like, no, this is not for me. And this is in 12th standard, I'm telling you, after doing all the choice. And engineer came and said, yes, I like my profession. But there was one person, chartered accountant, who explained what it is. I had no clue about commerce, but said, this is a brilliant profession. I really love it. And I loved his passion, fell for the profession, decided to pursue that. അതായിരുന്നു ആദ്യത്തെ ചാലഞ്ചിങ് കരിയർ ഡിസിഷൻ. അത് കഴിഞ്ഞിട്ട് യെസ്, ഫോളോ ദ ഫിനാൻസ്, നോട്ട് ഈവൻ നോയിങ് വാട്ട് ഇറ്റ് ഈസ്. ഇതായിരുന്നു ഒരു തുടക്കം. പക്ഷേ ചില കാര്യങ്ങൾ അന്ന് തൊട്ട് പഠിച്ചത്, എങ്ങനെ നോംസ് ഡിഫൈൻ ചെയ്യാം, എങ്ങനെ അൺട്രോഡൻ പാർട്സ് ഡെയറിങ് ആയിട്ട് പോകാം. ചില കാര്യങ്ങൾ അൺസർട്ടനിറ്റി ആയിരുന്നു. ഞാൻ CA ക്ക് പോയ സമയത്ത് ഐ സ്റ്റിൽ റിമെമ്പർ പീപ്പിൾ ആസ്കിങ് വിൽ യു ഈവൻ ബി ഐ വെന്റ് ഫോർ ഫൗണ്ടേഷൻ, ഡിഗ്രി പോലും കാണുമോ ഇല്ലയോ.
And till then, I used to be the top in the class and like degree പോലും കാണുമില്ല. I didn't know. But I said, this is what I want to do. And I have seen a person who, and my thoughts were formed by somebody who had trodden that path. And ആ ഒരു ഇൻസ്പിറേഷനിൽ പിടിച്ചാണ് ഞാൻ ഇതിൽ പോകുന്നത്. And that made a lot of difference in life. I think that was a first step towards entrepreneurship, I would say. രണ്ട് കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഒന്ന്, ക്വസ്റ്റ്യൻ എവറിത്തിങ്. ഈ സാധാരണ നോക്കുന്ന എല്ലാവരും ഫ്രെയിം വർക്കിനുള്ളിൽ നോക്കുമ്പോൾ ഒരു ഫ്രെയിം വർക്കിലേക്ക് പുറത്തേക്ക് നോക്കാനുള്ള ഒരു കാഴ്ചപ്പാട് അത് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഏഷ്യയിലെ ആദ്യത്തെ നിയോ ബാങ്കിങ് സൊല്യൂഷൻ ഓപ്പൺ കൊണ്ടുവരുന്നത്. ഇപ്പോൾ കേരളം എന്ന് പറയുന്നത് ഫിനാൻസിൻ്റെ ഒരു ഹബ്ബാണ്. ബാങ്കുകളായും ബാങ്കിതര സ്ഥാപനങ്ങളായിട്ടൊക്കെ ഉണ്ട്. അതെല്ലാം ഒരു ഫ്രെയിം വർക്കിലൂടെ നടക്കുമ്പോൾ അതിനെ മറികടന്നുകൊണ്ട് ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നു, അത് 100 കോടി മൂല്യമുള്ള ക്ലബിലേക്ക് കടക്കുന്നു, യൂണിക്കോൺ എന്ന് പറയുന്ന സ്ഥലത്ത്. ഏറ്റവും മധുരതരമായിട്ടുള്ളത് ഇന്ത്യയിലെ യൂണിക്കോണുകളിലെ 100ാമത്തെ യൂണിക്കോൺ സെഞ്ചുറി അടിച്ചത് ഓപ്പണാണ്. സോ ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ആസ്പെക്ട്. എങ്ങനെയാണ് ആ ഒരു ഓപ്പൺ എന്ന് പറയുന്നുള്ള ജനസിസ് ഉണ്ടായത്? എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? ഞങ്ങൾ 4 പേർ പാഷനറ്റ് ആയിട്ട് ഒരു കാര്യത്തിൻ്റെ പുറകെ ഇറങ്ങി. ഒരു കാര്യം തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവർക്കും ഈ പ്രശ്നത്തിൽ ഞങ്ങൾ അകപ്പെട്ടവരായിരുന്നു. ആദ്യം ഞാനൊരു ഫിനാൻസ് പ്രൊഫഷണലായിട്ടോ ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ബിസിനസ്സിന് ഒരു സ്ഥലത്തോട്ട് ലോഗിൻ ചെയ്താൽ ഡേ ടു ഡേ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റണം. റൈറ്റ് ഫ്രം ബാങ്കിങ്, GST കംപ്ലയൻസോ അങ്ങനത്തെ എന്ത് ഗവൺമെൻറ് ടാക്സേഷൻ്റെ കാര്യങ്ങളാണെങ്കിലും ബുക്ക് കീപ്പിംഗ് ആണെങ്കിലും ഇന്ന് പല സിസ്റ്റത്തിൽ കൂടിയാണ് ഒരാൾ ചെയ്യേണ്ടത്. ഒരാൾ സംരംഭകനാണ്, ഇതൊന്നും അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത്രയ്ക്ക് കോംപ്ലക്സ് അവരുടെ ലൈഫ്. അല്ലെങ്കിൽ ആരെനിക്ക് എന്ത് തരാനുണ്ട്, എന്ത് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, ഇതൊന്നും പഠിച്ചിട്ടായിരിക്കത്തില്ല ഒരാൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനോ ഒരു കമ്പനി തുടങ്ങാനോ ആരംഭിക്കുന്നത്. പക്ഷേ അവർക്ക് എങ്ങനെ ജീവിതം എങ്ങനെ ഇക്കാര്യത്തിൽ നിന്ന് ഈ കോംപ്ലക്സിറ്റിയിൽ നിന്ന് മാറ്റിക്കൊടുക്കാം, അവരെന്ത് ചെയ്യണം അതിലോട്ട് ഫോക്കസ് ചെയ്യാം. ഈ ഒറ്റ കാര്യം ഞങ്ങൾ ചോദിച്ചോളൂ. ദിസ് വാസ് എ പ്രോബ്ലം വി സോ ബിക്കോസ് വി വർ ഇൻ ദ ഐ ഓഫ് ദി പ്രോബ്ലം ആൻഡ് വി സെഡ് ഹൗ ഡു വി സോൾവ് ഫോർ ദിസ്. അങ്ങനെയാണ് ഇതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണെന്നുള്ള തെരച്ചിലേക്ക് പോയത്. അപ്പോഴാണ് നമ്മൾ ക്യാഷ് കൊടുക്കുന്നതും പോകുന്നതും വാങ്ങുന്നതും ബാങ്കിൽ നിന്നാണ്. ബാക്കി എല്ലാ സിസ്റ്റംസും പലയിടത്തൂടെ നടക്കുന്നത്, ഇതൊന്നും കണക്റ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ ഒരാൾക്കൊരു എത്ര ചെറിയ ഒരു ബിസിനസ് ആണെങ്കിലും ഒരു UPI അല്ലെങ്കിൽ ഒരു ബിസിനസ് അക്കൗണ്ട് ഉണ്ട്, ക്യാഷ് ഉണ്ട്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരിക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് നോക്കി എങ്ങനെ ഇതിനെ ഇപ്പം ടെക്നോളജിയുടെ യുഗത്തിലാണ്, ഡിജിറ്റലൈസേഷൻ്റെ യുഗത്തിലാണ്, എങ്ങനെ ഇത് സോൾവ് ചെയ്യാൻ പറ്റും? ഈ ഒറ്റ ചോദ്യമാണ് എല്ലാവരും ചോദിച്ചതും ചെയ്യാൻ ശ്രമിച്ചതും. അത് when we started off doing this, we also knew that it is not a one day job. So we really had to prioritize. ഏതാണ് ഏറ്റവും വലിയ പ്രശ്നം ആദ്യം സോൾവ് ചെയ്യേണ്ടത്? കാരണം എല്ലാം കൂടെ day 1 സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു മെത്തേഡ്. So first we identified the problem, then we started asking people, do you have this problem? And we identified this. Is this a burning problem for you? There were so many people who told us, yes, this is a burning problem, maybe you should go ahead and solve it. ആ ഒരു ഇത് കോൺഫിഡൻസ് തന്നു. There is a market for that. അത് കഴിഞ്ഞിട്ട് അതിൽ ബിൽഡ് ചെയ്തിട്ടാണ് പ്രയോറിറ്റൈസ് ചെയ്തു. ഇതിനകത്തെ തന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അവിടെ നിന്ന് തുടങ്ങി ഒരു 5 വർഷം എടുത്തു ഞങ്ങൾ അന്ന് ആദ്യം വിചാരിച്ച പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ. ആൻഡ് ദാറ്റ് വാസൻറ്റ് ഈസി അറ്റ് ഓൾ. ആദ്യം ഒരുപാട് റിജക്ഷൻസ്, ഒരുപാട് പേര് വേണം എന്ന് പറഞ്ഞവർ എടുക്കുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ വരെ എത്താൻ ഇറ്റ് വാസ് എ ടഫ് ജേർണി. But after that, all we had to do was to tell more and more people there's a product which will make your life simpler, a very simple thing of what is in it for you, and that's where the traction started coming up. So it is all about how close you are to the problem and have you faced it, how passionate you are about solving it, and how equipped and collaborative you are in terms of putting together the right skill sets and going ahead. ദീന പറഞ്ഞ ഈ കസ്റ്റമർമാരുടെ പെയിൻ പോയിന്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അത് എത്ര കണ്ടത്തോളം നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുക, അവരുടെ ജീവിതം എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുക. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇത് പറയാൻ എളുപ്പമാണ്. ഈ ആദ്യം ഒരുപാട് ചലഞ്ചസുകൾ ഉണ്ടായിരിക്കുമല്ലോ. പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ ഏറെ ചലഞ്ചുകൾ ഉണ്ടായിരിക്കും അതൊന്ന് വിൽക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ ആശയം ആദ്യം പറയുമ്പോൾ എനിക്ക് ഉറപ്പാണ് ഒരു 100-200 പേരുകൾ ഇത് റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തൊക്കെയായിരുന്നു അതിൻ്റെ ചലഞ്ചുകൾ ആദ്യഘട്ടത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ആ സമയത്തുള്ള ചലഞ്ചുകൾ? അതുകൂടെ പറയുമ്പോൾ കുറച്ചുകൂടി കൃത്യമായിരിക്കും. കാരണം എല്ലാ ആളുകൾ ധരിച്ചു വരിക സംരംഭകർ വിജയിച്ച ആളുകളെ മാത്രമാണ് കാണുന്നത്. വിജയിച്ച ആളുകളുടെ വിജയഗാഥകൾ കേട്ട്
അവർ വന്ന വഴികൾ പലപ്പോഴും മറക്കാറുണ്ട്. അപ്പോൾ അത് കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. Entrepreneurship is a struggle in the initial days, let me tell that. Because ഇപ്പം പലരും നമ്മൾ പല കഥകളും ഈ പറഞ്ഞ പോലെ 100 യൂണിക്കോൺ വാല്യുവേഷൻ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇപ്പം വാല്യുവേഷൻ ആണോ ഞങ്ങളുടെ ഏറ്റവും വലിയ ഫാക്ടർ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും അഭിമാനം കൊള്ളുന്നത് അതിലല്ല. വി റിയലി വോണ്ട് ടു ക്രിയേറ്റ് എ ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ്. ആദ്യത്തെ കസ്റ്റമർ വന്നപ്പം ആദ്യത്തെ 1000 കസ്റ്റമറിനെ കിട്ടി. ഇപ്പം ഞങ്ങൾക്ക് 40 ലക്ഷം പേരുണ്ട്. പക്ഷെ ഓരോരുത്തരും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. ആദ്യത്തേത് കിട്ടിയപ്പോഴത്തെ സന്തോഷം 1000 ആയപ്പോഴത്തെ സന്തോഷം നമ്മൾ ചെയ്ത്. ബിക്കോസ് ദാറ്റ് വാസ് എ സ്ട്രഗിൾ. നമുക്കൊരു ഐഡിയ ഉണ്ട്, തല ഇങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്, ഇന്ന പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇത് ഒരുമിച്ച് വരാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് കൊണ്ട്. കാരണം കസ്റ്റമറിനോട് പോയി ഒരു കാര്യം പറയാം, ഇന്ന കാര്യങ്ങൾ ഈ പ്രോഡക്റ്റിന് ചെയ്യാൻ പറ്റും. അത് പിറ്റേ ദിവസം നമ്മൾ ഇവർ സൈനപ്പ് ചെയ്യുമ്പോൾ ഈ പ്രോമിസസ് എല്ലാം അവിടെ ഉണ്ടോ, ആദ്യം ഇത് നടക്കില്ല. അപ്പം നമ്മുടെ ഏറ്റവും ക്ലോസസ്റ്റ് ഒരു MVP പൈലറ്റിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർ തന്നെ ചിലപ്പം എടുത്തുകൊള്ളണമെന്നില്ല. കാരണം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അതിനകത്തില്ല പകുതി. ബിക്കോസ് നമ്മളിപ്പോൾ ചെയ്തതിലാണെങ്കിലും ബാങ്കിൻ്റെ പാർട്ട്ണർഷിപ്പിൻ്റെ ഡിപ്പെൻഡൻസി ഉണ്ട്. അവിടെ ചെല്ലുന്നുണ്ടെന്ന് ചോദിക്കുന്നത് ഞങ്ങളെപ്പോലുള്ള ഒരു ബാങ്കിന് ചെയ്യാൻ പറ്റാത്ത നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യും, എങ്ങനെ ഇത് സക്സസ്ഫുൾ ആവും. ഇപ്പം naysayers will be more than the people who can encourage you in the initial days. So ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ആസ്പെക്റ്റ്. നമ്മുടെ ജീവിതത്തിൽ പഠിക്കുന്ന ചില ഫണ്ടമെന്റൽസ്, ഇത് ബുക്കിൽ പഠിക്കുന്ന കാര്യങ്ങളല്ല, പക്ഷേ തോൽവി എങ്ങനെ എടുക്കാൻ പറ്റും. നമ്മൾ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ അതിന് എന്തോരം പുഷ് ചെയ്യാൻ പറ്റും, എത്രയും ഹാർഡായിട്ടും പാഷനേറ്റ് ആയിട്ടും പുഷ് ചെയ്യാൻ പറ്റും. നമ്മളൊരു പ്രശ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ഹൗ മച്ച് ഡു യു ബിലീവ് ഇൻ വാട്ട് യു ഹാവ്, ഫസ്റ്റ് പ്രിൻസിപ്പിൾസിൽ നിന്ന് ചിന്തിച്ച കാര്യങ്ങൾ. ഇതൊക്കെയാണ് നമ്മളൊരു കാര്യം തുടങ്ങാനുള്ളതിൻ്റെ ഫണ്ടമെൻ്റൽസ്. കാരണം ഈ ഒരു കാര്യം നമ്മൾ ഓവർകം ചെയ്യാൻ ഇറ്റ്സ് നോട്ട് വെരി ഈസി. ബിക്കോസ് ഒത്തിരി കാര്യങ്ങളിൽ നമ്മൾ റോഡ് ബ്ലോക്ക് കാണും. വിചാരിക്കുന്ന കാര്യം ചെയ്യാൻ പറ്റിയെന്നിരിക്കത്തില്ല, വിചാരിക്കുന്ന കാര്യം ഡെലിവറി ചെയ്യാൻ പറ്റിയെന്നിരിക്കത്തില്ല. നമ്മുടെ കൂടെ നിന്ന് ഇവരൊക്കെ എടുക്കും എന്ന് വിചാരിച്ചവർ തന്നെ കസ്റ്റമേഴ്സ് ആവത്തില്ല. ബട്ട് ഇറ്റ് വിൽ ബി ഫ്രം എ വെരി ഡിഫറെൻറ്റ് ക്വാർട്ടർ. ആൻഡ് എഗെയിൻ മാർക്കറ്റിങ്ങിൻ്റെ ചാലഞ്ച്, നമ്മൾ ചെയ്ത പ്രോഡക്റ്റ് ഇവരോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന ഒരു രീതിയിലാവാം, പക്ഷേ കസ്റ്റമറിനോട് എങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡിഫറൻസ് വരാൻ പോകുന്നത്, അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ്സ് എ ക്രക്സ് ഓഫ് മാർക്കറ്റിംഗ്. ബിക്കോസ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഇസ് നത്തിങ് ബട്ട് സൊല്യൂഷനിങ് ഫോർ ദ അതർ പേഴ്സൺസ് പ്രോബ്ലം. And you need not, it is not like I have something, I'm going to sell it to you. You have to tell them, I'm here to help you. Hear them out, help you, and that's the only way in which you can get customers, and then delight them in terms of, even beyond what they have had the perception about you. So those are the basic things which you might have to go through in terms of, the go to market strategy, as we say, in terms of how is your first customer, then goes to the first 10 customers, then goes to the first 100 customers, which could be like, first 10 could be still be from your network. പക്ഷേ 100 കുറച്ചുകൂടെ എങ്ങനെ ഒട്ടും അറിയാൻ മേലാത്തവരെ ഈ പ്രോഡക്റ്റ് പറഞ്ഞു കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഒരു 1000 ഒക്കെ ആകുമ്പോഴത്തേക്കും ഇറ്റ് ഹാസ് ടു, യുവർ ചാനൽസ് ഹാവ് ടു വർക്ക് ആൻഡ് ഇറ്റ് ഹാസ് ടു ബി ഫ്രം വൈഡർ ആംഗിൾ. അപ്പം അത്രയായി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു കോൺഫിഡൻസ് ആവും, പ്രോഡക്റ്റിൽ മാർക്കറ്റ് ഫിറ്റ് ഉണ്ട്, കസ്റ്റമേഴ്സിനോട് നമുക്ക് പറയാനറിയാം എന്ത് പ്രോഡക്റ്റാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത്. പിന്നെ ഒരു വൈറാലിറ്റി ഫാക്ടർ, ബിക്കോസ് എ ഡിലൈറ്റഡ് കസ്റ്റമർ ഷുഡ് ആക്ച്വലി ഡു ദ വേർഡ് ഓഫ് മൗത്ത് ഫോർ യു. ദാറ്റ്സ് വെയർ ദ ഓർഗാനിക് ആൻഡ് ദ വൈറാലിറ്റി, ഹൗ ഡു യു പുട്ട് ദാറ്റ്. സോ ദീസ് ആർ ദ എലമെന്റ്സ് വിച്ച് ഹാസ് ടു ഗോ ഇൻ ടേംസ് ഓഫ് ടേക്കിംഗ് എ പ്രൊഡക്റ്റ് ഔട്ട് ഇൻ ടു ദ മാർക്കറ്റ്. ദീന, തോന്നിയിട്ടുള്ളൊരു കാര്യം, യു ആർ എ ഫണ്ട് റൈസിങ് മാവറിക്. യുവർ സ്റ്റാർട്ടപ്പ് ഹാസ് അട്രാക്റ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രം ഗൂഗിൾ, സിംഗപ്പൂർ ഫണ്ടിങ് ഏജൻസി, ടൈഗർ ഗ്ലോബൽ. എങ്ങനെയായിരുന്നു ആ ഫണ്ടിങ് ജേണി? എന്തായിരുന്നു ഈ ഇൻവെസ്റ്റേഴ്സിനെ ചാക്കിലിടാൻ ഉപയോഗിച്ച തന്ത്രങ്ങൾ? സോ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, അതും പറഞ്ഞു വരുമ്പം പേരുകളും ഇപ്പം ഇരുന്ന് പറയുമ്പോഴും വളരെ it's a proud moment to look back and see the kind of backers. പക്ഷേ let me tell you, there were times in the initial days when we were sitting and figuring out on the 20th of the month, how do we even close the payroll for the month? And where does that first 10 lakhs probably would come from? And seeking help from, there were, real angels in the initial stages with whom we just contacted people like our bosses. That's where the first thing is, we never should burn bridges. Build exceptionally good relationship with everyone you come across with, because you never know at this point, I mean at the times when they have to believe you and they have to trust you just at the idea stage, who's going to back you. അപ്പം അത്ര സ്റ്റേജിൽ നിന്നും ഞങ്ങൾ 100 കോൺവെർസേഷൻസിൽ 98 പേര് നമ്മളോട് നടക്കത്തില്ല, ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല,
you come back when you have revenue. You come back, I mean, we are asking for investment in terms of building the product. You come back when you have revenue. അടുത്ത റൗണ്ടിൽ കാണാം, അടുത്ത റൗണ്ടിൽ നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്ക് അറിയാൻ മേലാത്ത അവസ്ഥ. So those kind of situations we have gone through. But the only thing we did is we believed in what we were doing. We believed there's a market, and we believed the market was really big. And it was not, we were not building only for India, but we knew that globally every entrepreneur has this problem. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മാർക്കറ്റിൽ ആ ഒരാൾ കാണും ബിലീവ് ചെയ്യുന്നത് ഇൻ യോർ എബിലിറ്റി, ഇൻ യോർ ഐഡിയ ആൻഡ് എക്സിക്യൂഷൻ. ആ ഒരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിലായിരുന്നു ആദ്യത്തെ പല സന്ദർഭങ്ങളിലും. അത് കഴിഞ്ഞിട്ട് കസ്റ്റമേഴ്സ് ഇതിനെ വാലിഡേറ്റ് ചെയ്തൊരു വൈറാലിറ്റി ആൻഡ് ട്രാക്ഷൻ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറ്റ് സ്റ്റാർട്ടഡ് ദ ടേബിൾസ് ടേൺഡ് ആൻഡ് വി സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് how customers are loving it in multiple channels. We started marketing and talking to the world that this is something which will make your life easy. Investors also saw that. Investors saw the traction. Banks saw the traction. ഇത് ഇൻവെസ്റ്റേഴ്സ് മാത്രമല്ല, എല്ലാ സൈഡിൽ നിന്നും നമ്മുടെ numbers, a product, customer validation became the biggest validation in terms of people coming in search of you. There is something these guys are doing. There is something which the market can really look forward to. How do we capture and be a part of this boom? അപ്പോൾ അങ്ങനെയാണ് പല ഇൻവെസ്റ്റേഴ്സും ഇൻവേർഡാണ് വന്നുകൊണ്ടിരുന്നത്. ബിക്കോസ് ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ക്ലോസ് വെൻ യു ഹാവ് ഇൻവേർഡ് rather than you are chasing. And this always happens in the initial stage where you will be chasing, but you have no go other than to be resilient and go after them. And later, product should speak for itself, customers should speak for itself, and get your investors in, because they will do the work. And then you should ensure that you're projecting the right things in front of the investor, because investor മനസ്സിൽ നിന്നും ചിന്തിക്കുക, അവർ എപ്പോഴും റിട്ടേൺസ് ആണ് നോക്കുന്നത്. എന്തോരം ലാർജാണ് ഈ ഐഡിയ, ക്യാൻ യു റിയലി ഗെറ്റ് ഇറ്റ് ദെയർ. അപ്പോൾ ഈ ആസ്പെക്ട്സ് നോക്കണമെങ്കിൽ നമ്മൾ ഇതിനൊരു സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടാവണം. ഇൻ എ വെരി ഗുഡ് വേ യു ഹാവ് ടു ടെൽ ദം ഹൗ ദ മണി ഈസ് ഗോയിങ് ടു ഗ്രോ ഓവർ ടൈം and how that this traction and the growth you are showing is going to get them there. Pinna nammade future plans, whether liquidity, there are a whole lot of things they are also concerned about, and how clearly you think about it. Appo ithre aspects aanu fundraising il major aayittu nammal nokkanne. Then go only after the right set of investors. Avare nammade industry ye patti ariyamo, അവർ നേരത്തെ ഇട്ട് പരിചയം ഉണ്ടോ, നമ്മുടെ ഈവൻ ജോഗ്രഫി ഫോർ ദാറ്റ് മാറ്റർ, ഈ ഒരു മാപ്പിംഗ് ക്ലിയർ ആയിരിക്കണം. അതാണെങ്കിൽ നമുക്ക് ഒത്തിരി റിജക്ഷൻസ് അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം അറ്റ് എ ലേറ്റർ സ്റ്റേജ്. സാധാരണഗതിയിൽ യൂണിക്കോണുകൾ 100 കോടി മൂല്യം എന്നൊക്കെ പറയുമെങ്കിലും പലപ്പോഴും യൂണിക്കോണുകൾ ആസ് എ ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് കുറവായിട്ടാണ് കാണാറുള്ളത്. ദാറ്റ് ഈസ് വൺ ക്വസ്റ്റ്യൻ. ദ സെക്കൻഡ് സപ്ലിമെൻറ്റിംഗ് ടു ദാറ്റ് ക്വസ്റ്റ്യൻ, ദീന ഒരു ട്രെയിൻഡ് പ്രാക്ടീഷണറാണ്, CFA ഫിനാൻഷ്യൽ പ്രൊഫഷണലാണ്. PLN സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ താഴേക്ക് പോകുന്നത് കാണുമ്പോൾ ഒരു സാധാരണഗതിയിൽ എല്ലാവരും കൺസർവേറ്റീവ് ആവുകയാണ് ചെയ്യാറുള്ളത്. ബട്ട് യു ഹാവ് ടേക്കൺ എ ലോട്ട് ഓഫ് എഫേർട്ട് ടു ടേക്ക് ഇറ്റ് ഫോർവേഡ്. വാട്ട് ഇസ് യുവർ സ്ട്രാറ്റജി ആൻഡ് ഹൗ ഡു യു റെസ്പോണ്ട് ടു ദാറ്റ്? സ്പോട്ട് ഓൺ ക്വസ്റ്റ്യൻ റിയാസ്. ബിക്കോസ് സ്റ്റാർട്ടപ്പിൽ CFO ആയിട്ട് വന്നപ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് എനിക്ക് എൻ്റർപ്രിനറിയൽ വെഞ്ചർ ഉണ്ടായിട്ടുണ്ട്, പലപ്പോഴും ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ പാർട്ടായിട്ട്. ബട്ട് ഐ ഹാവ് ഓൾസോ ബീൻ എ ഫിനാൻസ് പ്രൊഫഷണൽ. So I am trained by training and by what I have been doing for all traditional businesses. Prudence and all my ratios says that positive ആയിരിക്കണം, bottom line positive ആയിരിക്കണം, revenue high ആയിരിക്കണം, growth ഉണ്ടാവണം, റേഷ്യോസ് കറക്റ്റ് ആയിരിക്കണം, ഫിനാൻഷ്യൽ റേഷ്യോസ്. ഇതിൻ്റെ എല്ലാം ഓപ്പോസിറ്റാണ് സ്റ്റാർട്ടപ്പ് നമ്മൾ തുടങ്ങാൻ വരുമ്പോൾ. അപ്പോൾ ഇത് കാണുമ്പോൾ ആക്ച്വലി P&L കണ്ടാൽ നമ്മൾ ട്രെയിനിങ് വൈസ് എന്താ ഇത് ചെയ്യേണ്ടതെന്ന് പോലും അറിയാൻ മേലാത്ത അവസ്ഥയല്ല ആദ്യം കാണുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഫുൾ ട്രെയിനിങ് വെച്ചിട്ട് നേരെ സ്റ്റാർട്ടപ്പിലോട്ട് വന്നാൽ ഫിനാൻസ് ഈസ് എ ഡിപ്പാർട്ട്മെൻറ്റ് യു ജസ്റ്റ് ക്യാൻ ഹാൻഡിൽ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഒരുപാട് അൺലേണിങ് ഉണ്ടാവണം അതിനകത്ത്. പക്ഷേ ഇതിനകത്ത് ഒറ്റ കാര്യമേ നമ്മൾ ചിന്താഗതിയില്ല മാറ്റം വരേണ്ടത്. എന്തുകൊണ്ടാണിത്? അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്താണ് നമ്മൾ ചെയ്യുന്നത്? എവിടെയാണ് ക്യാഷ് പോകുന്നത്? സോ ഫോർ എക്സാമ്പിൾ, ഈ ഒരു ഇന്നോവേഷനോ സ്റ്റാർട്ടപ്പോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ചിലപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. കമ്പയർ ദിസ് ടു സംതിങ് ലൈക്ക് ഒരു ടാറ്റ സ്റ്റീൽ ഒരു പ്ലാന്റ് ഇടാൻ വേണ്ടി 3000 കോടി എന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിക്കത്തില്ല. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ P&L ആദ്യമേ വരുന്നില്ല. ഇതൊരു പ്രൊജക്റ്റാണ്, ഇതിനൊരു ROI ഉണ്ട്. അത് ചിലപ്പം ഇയർ 2 ഇയർ 3 വരുന്നത്. മേ ബി ദിസ് എ പേ ബാക്ക് പീരീഡ്. അവിടെ നമ്മുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൽ ഇത് നേരെ P&L വരാത്തതുകൊണ്ട് നമ്മൾ ടെൻഷൻ അടിക്കുന്നില്ല. പക്ഷേ ഇതേ കാര്യമാണ് സ്റ്റാർട്ടപ്പിൽ what you have to think of. In the initial days, product ഉണ്ടാക്കുമ്പോഴോ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴോ, because it's a completely new idea, you might have to put money into it. But the question is, how long, when will the revenue start, and when will the profit share start showing up?
അവിടെ ചെയ്യുന്നത് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട് യൂണിറ്റ് ലെവൽ എന്ന് വെച്ചാൽ ഓരോ സാധനം വിൽക്കുമ്പോഴും നമ്മൾ പ്രോഫിറ്റബിൾ ആണോ, അതാണെങ്കിൽ നമുക്ക് ദർ ഇസ് എ പാത്ത് ടു പ്രോഫിറ്റബിലിറ്റി. അതാണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഉണ്ട്, നമ്മളൊരു ബിസിനസ് മോഡൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ ദെൻ ഇറ്റ്സ് എ കേക്ക് വാക്ക്, ബിക്കോസ് ഇറ്റ്സ് ഓൾ അബൌട്ട് സ്കെയിൽ. പിന്നെ നമ്മൾ ജസ്റ്റ് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരിക, റീറ്റെയിൻ ചെയ്ത് മാത്രം നോക്കിയാൽ മതി. ഈ ആസ്പെക്റ്റ് നമ്മൾ ക്ലിയർ ആയിരിക്കണം. ഇൻ യുവർ തിങ്കിങ് ഇന്നൊവേഷൻ എത്ര ഇടുന്നത്, പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ ഹാബിറ്റ് ക്രിയേഷൻ എത്ര ഇടുന്നത്, എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഹൗ ഡു യു ലുക്ക് അറ്റ് ദ പേ ബാക്ക്. സാധാരണ ബിസിനസ് രംഗത്ത് സ്ത്രീകളുടെ പ്രാതിനിധ്യം വളരെ കുറവാണ്. പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പ് യൂണിക്കോൺ ഫൗണ്ടേഴ്സിനൊക്കെ നോക്കുമ്പോൾ വളരെ കുറവാണ്. ഓപ്പൺ ഈസ് എൻ എക്സെപ്ഷൻ. കാരണം 50-50 ആണ്. മേബിളുണ്ട്, ദീനയുണ്ട്, അനീഷും പിന്നെ അജീഷും അപ്പുറത്തും ഉണ്ട്. ദാറ്റ് ഈസ് വൺ ക്വസ്റ്റ്യൻ. ദ സെക്കൻഡ് തിങ് ഈസ് ദാറ്റ് entrepreneurship is a 24/7 thing. Your partner also is a entrepreneur, very proactive, very busy, and you have a small kid, Nia, 5-year-old. She demands a lot from you. How do you balance your these things? So one is in the business side is a gender thing, whether that helps you. The second is how do you manage your work-life balance? So I think this is also a question which requires deep diving. ഒരു ഫിനാൻസ് ഇതിൽ ബിസിനസ്സിൽ മാത്രമല്ല ഫിനാൻസിൽ തന്നെ ഫ്രം എ ജെൻഡർ ദാറ്റ് ഐ കം ഫ്രം, I've always felt when you walk into meeting rooms there are very few people who represent your side of the gender. But one thing I have always kept in mind is ഒരു കാലത്തും gender I have never allowed it to be a screen through which people have the liberty to see me. For that I need to proactively do something, right? I shouldn't take my gender as ഒരു excuse ആയിട്ടോ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം ടാക്കിൾ ചെയ്യുമ്പം ബാക്കി എല്ലാവരും ടാക്കിൾ ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ലെവലിൽ എന്തെങ്കിലും കാരണം കൊണ്ട് എൻ്റെ ജെൻഡർ ഒരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കാൻ പാടില്ല. വിച്ച് ഐ ഹവ് നെവർ ഡൺ so far to the best of my ability. Even when I was actually, my BBS that you brought up the topic about, after starting open and during the Sex Series B race is when I had my kid. So at that point in time also, I had a downtime of 12 days is all I could afford because we were in the middle of a race. അത് ചെയ്യാൻ പറ്റുമോ, the kind of tension and the struggle I went through, because these are some of the things you can't time it, but at the same time there is a demand on both the sides. And at that time all you need to do is not compromising on health but prioritize on how you can take care of both the responsibilities equally well. ഇവിടെയൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. അത് നമ്മൾ ഒരിടത്തെങ്കിലും കാണിച്ചില്ലെങ്കിൽ യു ആർ അലൗവിങ് എവ്രി വൺ ടു സ്ക്രീൻ യു ത്രൂ ദാറ്റ് ജെൻഡർ ലെൻസ്. അപ്പോൾ അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് ഞാൻ എപ്പോഴും എടുത്തേക്കുന്നത്. കാരണം ഇഫ് യു ഡോണ്ട് ലീഡ് ബൈ എക്സാമ്പിൾ യു കാൺട്ട് കംപ്ലെയിൻ അബൌട്ട് സംബഡി എൽസ് ട്രീറ്റിംഗ് യു ദ വേ ദേ ട്രീറ്റ്. അപ്പോൾ അത് വരാൻ പാടില്ല പ്രൊഫഷണലി. Second, I always believe, especially in startup also, everywhere it is not about, one gender over the other. You need perspectives because there are strength and weakness that both has, and you need perspectives equally from both. And that has helped in our journey as well. Because ഞങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ, especially when it comes to the team, the ways in which things are, while we are fundamentally the values are the same, by gender and certain things which occur to you naturally are way different. And always that mix, especially when we discuss and decide on matters, have held that very well. And I am a person who always advocates balance, and I think we should also encourage our fellow, because for women there are genuine issues they are dealing with also, whether it's by society, by role in the family, everything. So there are ways in which we should handhold others who are right around us. കാരണം ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മുടെ അടുത്തുനിന്നും നമ്മുടെ ഫാമിലിയും തന്നെയാണ്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ വി ക്യാൻ സീ എ വേവ് ഓഫ് ചേഞ്ച്. ലാസ്റ്റ് 10 years ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ സീനിയർ ലീഡർഷിപ്പിലുള്ള നെക്സ്റ്റ് ഇൻ ലൈൻ വി ഹാവ് ഓൾമോസ്റ്റ് 60% വിമൻ പാർട്ടിസിപ്പേഷൻ ആൻഡ് ദ എൻറ്റയർ കമ്പനി ഓൾസോ. ഓക്കെ, പലപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യം, നമ്മളൊരു സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നം കയ്യിലെത്തി കിട്ടുമ്പോൾ പിന്നെ അതിനോട് വലിയ ക്രേസ് ഉണ്ടാവാറില്ല. കാരണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വലിയൊരു ഭ്രമം ഉണ്ടാവാറില്ല. ഇപ്പോൾ ദീനയും ഒരു സ്വപ്നം കണ്ടു, ഒരു സംരംഭകയായിട്ടുണ്ട്, യൂണിക്കോണായി. ഇപ്പോഴും അതേ പാഷൻ പിന്തുടരുന്നുണ്ടോ? എന്താണ് ഓപ്പണിൻ്റെ അടുത്ത ലെവൽ? സോ നമ്മളിപ്പം യൂണിക്കോൺ ഇതെല്ലാം ഞാൻ പറയുന്ന ഒരു പിറ്റ് സ്റ്റോപ്പ് പോലെ കാണുന്നുള്ളൂ. ഐ മീൻ വാല്യുവേഷൻ ഇസ് നോട്ട് സംതിങ് വിച്ച് വി സെറ്റ് അപ്പ് ഫോർ, or rather the dream had always been, if we faced issues as an entrepreneur, can we help more people? In a country with 100 million സംരംഭങ്ങളുള്ള ഇന്ത്യ പോലൊരു രാജ്യത്ത് നമ്മൾ ടച്ച് ചെയ്യാൻ പറ്റുന്ന 4 million എന്ന് പറയുന്നത് ഒന്നുമല്ല.
What are the rest of the people doing? No? How are they handling their day to day? So that's the question that keeps us awake. One, are we doing enough for them that I'm not able to touch all others? The second, how can we go ahead and tell them also you can make your life easy? And there are more people in the world who are doing it. So does it stop here? It is not. So our passion on a day to day from a product side, which keeps us awake. And of course, that's the dream we have. How do you make impact at scale, impact not only in India, but globally? And how do you take it ahead as a business? Touching lives. ഐ തിങ്ക് ബ്യൂട്ടിഫുള്ളി സംഡ് അപ്പ്. ബേസിക്കലി ദീന പറഞ്ഞതിന് കുറച്ച് കാര്യങ്ങൾ ഞാൻ നോക്കിയത് ഒന്ന് വിശ്വസിക്കുന്ന ആളെ തേടിയുള്ള ഒരു അന്വേഷണമായിട്ട്, അതൊരു കസ്റ്റമർ ആയിരിക്കാം, ഒരു ഇൻവെസ്റ്റർ ആയിരിക്കാം, ഒരു യാത്ര എന്ന് തോന്നുന്നു. ഏറ്റവും രസകരമായ ഒരു കാര്യം സാധാരണ പറയുന്നുണ്ട്, കവിയും കാമുകനും ഭ്രാന്തനും ഒരുപോലെ ആവുന്നു. ഏത് രീതിയിലും അവർ പോകും. എനിക്ക് തോന്നുന്നത് സംരംഭകരും അങ്ങനെയാണ്. ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെയൊക്കെ അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. സോ എഴുത്തുകാരെ പോലെ ഭാവനയുടെ ഓരോ രംഗത്തും സഞ്ചരിക്കുന്ന, തങ്ങളുടെ സ്വപ്നം തേടിയിട്ടുള്ള യാത്രയിൽ ദീനയും സഞ്ചരിക്കുന്ന എല്ലാവിധ ഭാവുകങ്ങളും പുതിയ രീതിയിൽ ദീന വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സെഷന് ഇവിടെ വിരാമം ഇടുന്നു.